ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് സോന. ഞാൻ UK നിന്ന് വരുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എനിക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരാണ്. അവർ ഒരു റേസിസം മെൻറ്റാലിറ്റിയും നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പല പണികൾ തരികയും അങ്ങനെയൊരു സിറ്റുവേഷനിൽ കൂടെ ഞാനൊരു 2-3 മാസം കടന്നു പോയിരുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ ഉടമ്പടി എടുക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ആയിരുന്നതുകൊണ്ട് എനിക്കത് സാധിക്കില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഞാൻ ഫെബ്രുവരി 2026 ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ തുടർന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പാപങ്ങൾ ഉപേക്ഷിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കുമ്പസാരിക്കുകയും അതുപോലെ തന്നെ ഞാൻ പണ്ട് തൊട്ടേ എല്ലാ ദിവസവും കൊന്ത ചെല്ലുമായിരുന്നു. അത് ഇവിടെ ആയിരുന്നപ്പോഴും UK ചെന്നിരുന്നപ്പോഴും ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ തീരുമാനിച്ചു ഇനി ആ കമ്പനിയിൽ തുടരുന്നത് എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ മെൻ്റലി വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ പല ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതായത് എൻ്റെ ഫീൽഡിലും ബാക്കി എല്ലാ ഫീൽഡിലും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എവിടെയെങ്കിലും ഒന്ന് കയറുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പം എൻ്റെ പൊസിഷനിലാളും എൻ്റെ ഹയർ പൊസിഷനിലാൾ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊരു ജോബ് ഇൻ്റർവ്യൂ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലപ്പുറം കടന്നൊരു ജോലിയാണ്. അവർ ചോദിച്ച പല ക്വസ്റ്റ്യൻസും എനിക്ക് ആൻസർ അറിയത്തിരുന്നെങ്കിൽ പോലും അവിടെ ഇരുന്ന് ഇൻ്റർവ്യൂവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് സംസാരിക്കുകയും എനിക്ക് ഇങ്ങോട്ട് ആൻസേഴ്സ് പറഞ്ഞു തരികയും ഇങ്ങോട്ട് ഓരോ ഹിൻ്റൊക്കെ ഇട്ട് എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആൻസർ അവർ പറഞ്ഞു തരികയും ചെയ്തു. ഞാൻ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ കാശുരൂപം കയ്യിൽ കരുതുകയും എനിക്ക് നേർച്ച വസ്തുവായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ഉപ്പും ഞാൻ ഇൻ്റർവ്യൂവിന് മുന്നേ ബിൽഡിങ്ങിൽ ഇടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞൊരു സാധാരണ ഇൻ്റർവ്യൂ ഒരു അറൗണ്ട് 20-40 മിനിറ്റ്സ് ആണ്. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 1 hour 1.5 hour എടുത്തിരുന്നു. ലാസ്റ്റ് അവർ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് എനിക്ക് തന്നു. അതായത് പോസിറ്റീവായിട്ടുള്ള റിവ്യൂ എനിക്ക് തന്നു. ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടി മാതാവിൽ ഉറച്ച വിശ്വാസത്തോടെ ഞാൻ വീട്ടിലേക്ക് പോയി. ഒരു രാവിലെയായിരുന്നു ഇൻ്റർവ്യൂ. എനിക്ക് വൈകിട്ടൊരു കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിൽ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്രൊമോഷൻ പോലെ ശരിക്കും എനിക്കൊരു ജോലി കിട്ടിയത്. അതും ഹൈ സാലറി, സിക്ക് പേ, ട്രാവൽ അലവൻസ് എല്ലാം കൊണ്ടും വളരെ ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ, അതായത് എൻ്റെ കഴിവിൽ കിട്ടാത്തൊരു ജോലിയാണ് അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നത്. ഞാൻ ടീം ലീഡറായിട്ടായിരുന്നു എനിക്ക് ആ ഒരു പൊസിഷൻ കിട്ടിയിരുന്നത്. അതിൽ ഞാൻ വളരെയേറെ മാതാവിനോട് നന്ദി പറയുന്നു. എനിക്ക് NHS ഹെൽത്ത് കെയർ ടീം ലീഡറായിട്ടാണ് ജോലി കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നു. എനിക്ക് വളരെ ടഫായിരുന്നു അവിടുത്തെ എക്സാം പാസ്സാവാനായിട്ട്. ഞാൻ മാതാവിൻ്റെ കാശുരൂപ ഉപയോഗിച്ചാണ് എക്സാം എഴുതിയത്. പ്രാക്ടിക്കൽ സെക്ഷന് പോയത്. അപ്പം ഞാൻ വഴി തെറ്റിച്ചെങ്കിലും പക്ഷേ ഞാൻ എക്സാം പാസ്സാവുകയാണ് ചെയ്തത്. അത് മാതാവിൻ്റെ വലിയൊരു കൃപയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഞാൻ 2025 കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വീട് മാറണമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വീട് അന്വേഷിച്ചു. ഒത്തിരി ഞങ്ങളുടെ പരിസരത്ത് വീട് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം 2-3 വീട് പോയി കണ്ടു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു വീട് കാണാൻ പോയപ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പെടുത്ത് ഞാൻ കയറുന്നതിന് മുന്നേ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, ഈ വീട് ഞങ്ങൾക്ക് തന്നെ ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഞങ്ങൾക്ക് മെയിൽ വന്നു, ഓക്കെയാണ് വീട് കിട്ടാനെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഒത്തിരി ഫിനാൻഷ്യൽ
ക്രൈസിസും അതായത് പിന്നെ റെഫറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഞങ്ങൾ വലയേണ്ടി വന്നു. കാരണം ഞങ്ങളുടെ മുന്നത്തെ ലാൻഡ് ലോഡ് മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് റെഫറൻസ് കിട്ടത്തില്ലെന്നായിപ്പോയി. അങ്ങനെ വന്നപ്പം ഫാമിലിയിൽ നിന്നും ഒരു റെസ്പോൺസും, അതായത് ലാൻഡ് ലോഡിൻ്റെ ഫാമിലിയിൽ നിന്നും റെസ്പോൺസ് കിട്ടുന്നില്ല. അങ്ങനെ പുതിയ ലാൻഡ് ലോഡുമായിട്ട് ഞങ്ങളുടെ ഏജൻറ്റ് സംസാരിച്ചപ്പം അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും കിട്ടത്തില്ല എന്നൊരു മൊമെൻറ്റിൽ ഞങ്ങൾക്ക് ആ ഒരു വീട് കിട്ടി. എൻ്റെ ആത്മീയ ജീവിതം ഞാൻ പണ്ട് തൊട്ടേ വിശുദ്ധ കുർബാനയും കുമ്പസാരവും ബൈബിള് വായിക്കും കൊന്തയിലും ഒക്കെ ചെയ്യുമായിരുന്നു. അത് തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഈശോയിൽ കൂടുതലൊരു സ്നേഹവും ഒരു ആശ്രയത്വവും എല്ലാം എനിക്ക് തോന്നി. പിന്നെ ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ 2 ആഴ്ച കുമ്പസാരിക്കുകയും എല്ലാ ഞായറാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കാരുണ്യ പ്രവർത്തികൾ, അതായത് ഞങ്ങൾക്ക് അവിടെ ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടെത്തിക്കുക എന്നുള്ളതിൽ. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റിയ കാരുണ്യ പ്രവൃത്തി ഞാൻ വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അപ്പം അവിടെ അറിയാൻ മേലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, ഷിഫ്റ്റിന് പോകാൻ പറ്റാത്ത. അപ്പോൾ അവരെപ്പോൾ വിളിച്ചാലും, ഇപ്പം രാത്രിയിലാണേലും പകലാണേലും ഞാൻ കൊണ്ടുവിടുകയും പിന്നെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ പോലും ഓടിയെത്തുകയും ഒരു മടിയും കൂടാതെ എല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഈശോയും അമ്മയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 22-ാം തിരുവചനം. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. സോന ജോസ് എന്ന ഈ മകൾക്ക് നിത്യരക്ഷയും തൻ്റെ ജീവിതത്തിനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയതിനെക്കുറിച്ചുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് എൽത്താരയിൽ ഏറ്റുപറഞ്ഞത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് വേണ്ടി ആരാധനാ മധ്യേ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, എൻ്റെ സങ്കടങ്ങളിൽ അങ്ങയെ വിശ്വസിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകുമ്പോൾ അങ്ങ് എന്നെ വെട്ടിയൊരുക്കുകയാണെന്ന് എനിക്ക് വ്യക്തത നൽകണമേ എന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ആരാധനാ മധ്യേ ഉടമ്പടി ധ്യാനത്തിനിടെ ഒരിക്കൽ അച്ഛൻ പ്രാർത്ഥിക്കുകയുണ്ടായി. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും അങ്ങയെ വിശ്വസ്തയോടുകൂടി പിൻചൊല്ലുവാനുള്ള, അങ്ങയെ ആഴമായി സ്നേഹിക്കുവാനുള്ള കൃപ നൽകുമ്പോൾ അതെന്നെ വെട്ടിയൊരുക്കുകയാണെന്നുള്ള ഒരു ബോധ്യം നൽകുക എന്നുള്ളതാണ് അഭിഷേകം എന്ന് പറയുന്നത്. സോനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അനുഗ്രഹങ്ങളേക്കാൾ അത് അഭിഷേകമാണ്. കാരണം ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു റേസിസം നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ തനിക്കൊരു ബെറ്റർ ജോലി അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം മാത്രം പ്രതീക്ഷിച്ചിരുന്നപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു വലിയ പ്രൊമോഷനോടുകൂടി ടീം ലീഡറായി ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് നൽകി. അതുപോലെ തന്നെ ലൈസൻസ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി, ഇനി ഞാൻ എൻ്റെ വാഹനം മാത്രം ഓടിക്കാം. ഈശോ ചോദിക്കുന്ന ഒരു അസസ്മെൻറ്റ് ക്വസ്റ്റ്യനുണ്ട്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, അപ്പോഴെല്ലാം നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു? ചെറിയവരിൽ നീ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണെന്ന് ചെയ്തത് എന്ന ക്വസ്റ്റ്യനെയറിന് നാം ഉത്തരം പറയുന്നത് നമ്മുടെ നിത്യതയുടെ ഒരു വലിയ ഭാഗമാണ്. അവിടെ സോന പാസ്സാകുന്നത് ഏത് പാതിരാത്രിയിലും വാഹനത്തിൽ പോകാൻ മറ്റുള്ളവർക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ എൻ്റെ വാഹനവും എൻ്റെ ആരോഗ്യവും ഞാൻ നൽകുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമായി നീ മകൾ കാണുകയാണ്. അവർ വീട് അന്വേഷിക്കുമ്പോഴും ഈശോ നൽകുന്ന വീട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിച്ചു അവർ ആഗ്രഹിച്ച വിധത്തിൽ അവർക്കെല്ലാം ഈശോ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ അനുഗ്രഹം അവർക്ക് ലഭിക്കുകയാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെയെല്ലാം അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ അവിടുന്ന് വളരെയധികം കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മെ വെട്ടിയൊരുക്കുമ്പോഴെല്ലാം അവിടുത്തോട് സഹകരിക്കുക. അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ വെള്ളവും വളവും നാം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അഭിഷേകത്തിനാണ് ഇന്ന് സോന ഇവിടെ നന്ദി പറയുന്നത്. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കട്ടയ്ക്ക് നിൽക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് വീണ്ടും കേൾക്കാം. സോനയെ പോലെ വിദേശത്ത് പ്രവാസികളായി കഴിയുന്ന മക്കൾ പ്രതിസന്ധിയിലാണെങ്കിൽ, അവരുടെ ജോലിയിൽ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ, അവർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ലോകം മുഴുവനുമുള്ള എല്ലാ പ്രവാസികളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.